ജൈവഭക്ഷണത്തിൽ നിന്നും കൃഷിയിൽ നിന്നും പുതുതലമുറ പിന്നോട്ടു പോകുമ്പോൾ നാണ്യവിളകളും ഫലവൃക്ഷങ്ങളും കായിക അധ്വാനവുമായി ഒരു 76-കാരൻ. പാലക്കാട് ആലത്തൂർ ഇരട്ടക്കുളം പടിഞ്ഞാറത്തറയിൽ പ്രവാസിയായിരുന്ന നാലകത്ത് അബ്ദുൾ റഷീദാണ് ഈ മാതൃകാ കർഷകൻ. അക്ഷയ് ഹരിഹറിനൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. വീട്ടുവളപ്പിലും തോട്ടത്തിലുമായി നിരവധി ഇനം ഫലവൃക്ഷങ്ങളും നാണ്യവിളകളുമാണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത്. റബ്ബറും മാവും പേരയും പ്ലാവിനും പുറമെ വിദേശ ഫല ഇനങ്ങളായ റംബൂട്ടാൻ, മുന്തിരി, പുലാസൻ, ജംബോട്ടിക്, സബാറ പേരക്, ഞാവൽ, ഓറഞ്ച്, അബിയു, സപ്പോട്ട, പപ്പായ തുടങ്ങിയവയെല്ലാം റഷീദിന്റെ തോട്ടത്തിലുണ്ട്. അമേരിക്കൻ ഇനമടക്കം നാടനും വിദേശിയുമായ 50ഓളം കോഴികളെയും വളർത്തുന്നു. ആടുകൾക്ക് പുറമെ മീൻ വളർത്തലും റഷീദിന്റെ കൃഷിയാണ്. പടുത വിരിച്ച കുളത്തിൽ വരാലും സിലോപ്പിയയും പുളച്ചുമറിയുന്നു. വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയാണ് തോട്ടം. മംഗള ഇനം കവുങ്ങാണ് തോട്ടത്തിലുള്ളത്. കുരുമുളകും ഇടവിളയായി കപ്പയുമുണ്ട്. 200 തെങ്ങുള്ളതിൽ 45 എണ്ണം കള്ളുചത്തിന് കൊടുത്തിരിക്കുകയാണ്. 2.5 മാസം കൂടുമ്പോൾ 2000ഓളം തേങ്ങ വിളവെടുക്കുമെന്ന് അബ്ദുൾ റഷീദ് UTVയോട് പറഞ്ഞു. 1.5 വർഷം മുമ്പ് റബ്ബറുണ്ടായിരുന്ന വെട്ടിയിട്ട് ഒരു പുതിയ കൃഷിയായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ആദായം കിട്ടിത്തുടങ്ങിയിട്ടില്ല. പക്ഷേ എല്ലാം ആദായത്തിൻ്റെ നല്ല ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം പൂക്കളൊക്കെ വിരിഞ്ഞ് ചിലതൊക്കെ കായയായി 1.5 വർഷം കൊണ്ട് ഇന്റർമംഗള എന്ന കവുങ്ങൊക്കെ അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഒരു 1.5 വർഷം കൊണ്ടാണ് ഇത്രയും വളർച്ച ഈ തോട്ടത്തിനുണ്ടായിരിക്കുന്നത്. 1.5 വർഷം മുമ്പ് കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ജൂലൈ ആഗസ്റ്റിലാണ് ഇതൊക്കെ നട്ടത്. റബ്ബറും ഒക്കെ വെട്ടിയിട്ട് ഇത് നട്ടത്. പിന്നെ പാലയെന്നാണ് റംബൂട്ടാൻ കൊണ്ടുവന്ന NIT. അത് ഇപ്പം തന്നെ പൂത്ത് കായായി. അത് ഇദ്ദേഹം അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം വെറൈറ്റീസ് മാങ്ങകളാണ് ഏറ്റവും കൂടുതൽ ധാരാളം വെച്ചിരിക്കുന്നത്. പിന്നെ മിക്ക മരങ്ങളും മിക്ക ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആവുന്നതേ ഉള്ളൂ. ഈവൻ ജൈത്തൂന്, ഒലിവ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ കായായില്ല നമ്മുടെ നാട്ടിൽ. അതൊരു രസം അത്രയേ ഉള്ളൂ. പിന്നെ അവോക്കാഡ, അതുപോലെയുള്ള ചെടികൾ. തെങ്ങിന് കുഴിയെടുത്ത് തടം കെട്ടി തുള്ളിനന നൽകും. ആട്ടിൻകാഷ്ടമാണ് പ്രധാന വളം. രാസവളം കുറച്ചു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വെളുത്തുള്ളി പുകയില കഷായമാണ് കീടനാശിനിയായി ഉപയോഗിക്കുന്നത്. 30 വർഷം മുമ്പ് ദുബായിൽ വെറ്റിനറി അസിസ്റ്റന്റ് ആയിരുന്ന റഷീദ് പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയാണ് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞത്. റഷീദിന്റെ ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും കാരണവും മറ്റൊന്നല്ല. മക്കാഡാമിയൊക്കെ വെച്ചിട്ടുണ്ട്. മക്കാഡാമിയ പോലും വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും കായായിട്ടില്ല, ഒക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ളൂ. ജബോട്ടിക്കാബ 3-4 തരം വെറൈറ്റീസ് ഉണ്ട്. ഇത്രയൊക്കെ തന്നെ. ഇത് വലിയ ഒരു നേരം പോക്കുമായിട്ട് കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. കൊള്ളാമെന്ന് തോന്നുന്നു. 2 കൊല്ലമാകുമ്പോഴേക്കും നല്ല വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. രാവിലെ 4 മണിക്ക് തന്നെ ഉണരും. പ്രഭാത ഭക്ഷണം ആട്ടിൻപാൽ, ബദാം, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ് എന്നിവയാണ്. ഉച്ചഭക്ഷണമില്ല. വീട്ടിലുണ്ടാവുന്ന അറേബ്യൻ ഭക്ഷ്യ വിഭവങ്ങളാണ് അത്താഴത്തിന്. പറമ്പിലെ പണിയെല്ലാം സ്വയം ചെയ്യും. സ്ഥിരമായി പണിക്കാർ വേറെയുണ്ട്. ഭാര്യമാരായ നഫീസിലെയും സുലേഖയും മക്കളും റഷീദിന്റെ കൃഷിക്ക് കൂട്ടായുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.